സാറിന് ഇന്ത്യയെ പിടിക്കാൻ ഇറങ്ങിയതല്ലേ? പിടിക്കാം. അത് അവിടെ ഉണ്ടായിരുന്നു. സാറിന് അവിടെ നിൽക്കുമ്പോൾ അത് ഓടുമെന്ന് അറിയത്തില്ലേ? അല്ല അതെ, ഓടുമെന്ന് അറിയില്ല. അത് അവിടെ നിൽക്കുന്നത് വടിയെടുക്കാൻ താമസമാണ് കുഴപ്പം പറ്റും. കൈ ചുറ്റി കണ്ടോരപ്പം പുഴു കയറി കുടിച്ചു എന്നൊക്കെണ്ടോ? കാപ്പി ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ അത്ര പോയിക്കോണം. അതിനകത്ത് എവിടെ കാണാം നമ്മൾ നോക്കാം. ഇത് കണ്ടാണ് ഈ വാഴ കുടിഞ്ഞു ഏതാ പുഴു കണ്ട പുഴു ഇവിടെ പുഴു കയറിയാണ് കണ്ട ഇതണ്ട പുഴു കണ്ട കുടിഞ്ഞു എന്താ ചെയ്യുക? മീൻ പിടിക്കാൻ നമ്മളവിടെ വലയൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ടിരുന്ന് വല കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും. നമുക്ക് പരിപാടിയോ? ഞാൻ ഇന്ന് രാത്രി ഏതാണ്ട് ഇതിനകത്ത് ഇറങ്ങി നടക്കും. എന്തോ ജീവനുള്ള സാധനം രാത്രി ഇതിനകത്ത് ഇറങ്ങി നടക്കും. പശുവാണോ? പശുവല്ലാണോ? പശുവൊന്നുമല്ല, ഇത് രാത്രിയല്ലേ. എന്ത് എന്നാണെന്നൊരു വിളി. ആരാണ് മറ്റേ വിനോദിന്റെ നിങ്ങളുടെ ചേട്ടാ ഞങ്ങളാണേ അത് ഒരു കോപ്പുണ്ടാക്കുന്ന നോക്കി. ഇത് ആവശ്യത്തിന് ചൊവ്വനെ കടം പറ്റി ഒന്നും പോയല്ലോ ഒരിതുമില്ലല്ലേ? ചിലപ്പോ മുമ്പിൽ തന്നെ കാണും. ചിലപ്പോൾ അപ്പുറം കാണും. അതേ ഇരിക്കുന്നേ ആ ഗേറ്റിൻ്റെ അതിലെ കൂടെ പുറത്തോട്ട് ഓടിക്കും. ഒരാളുടെ ഉള്ളപ്പോൾ പിടിക്കാൻ സൗകര്യം ഒറ്റക്കാൻ പറ്റും. ബുദ്ധിമുട്ടാണ്. സാറിന് എന്തായാലും കണ്ടാ എന്ത് ചെയ്യും? കണ്ടാ ഓടിച്ചെന്ന് അടിക്കുവോ? പിന്നെ അടിക്കേ. ഈ ടോർച്ച് ഉണ്ടെങ്കിൽ വടി കയ്യിലുണ്ടാകണം. വടി കണ്ട് ഓടിച്ചിട്ട് അടിച്ചു കൊല്ല. അനങ്ങാതിരിക്കുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് വണ്ടി തന്നെ കണ്ടിട്ട് അത് ഓടിപ്പോയതാണെങ്കിൽ ഇല്ല, അവിടെ നിൽക്കൊണ്ടായിരുന്നു. അവിടെ അവൻ ഇത് പുറത്തോട്ട് വരേണ്ടതായിരുന്നു. നമ്മൾ ഈ വടിയൊക്കെ എടുക്കുന്നപ്പോൾ പുറത്തോട്ട് പോയി നോക്കട്ടെ. പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാടുണ്ടാവും. പാടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ സന്ധ്യ കഴിഞ്ഞ് വരുമ്പോഴേ കേട്ടാ ഞാൻ പരിക്കത്തോട്ട് പോകുന്ന അകത്ത് കയറി ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടുകയും ഞാൻ നോക്കുമ്പോൾ സെറ്റിയുടെ അടിയിലോട്ടൊരു വാലിങ്ങനെ നീണ്ടു. എനിക്ക് വാലൊക്കെ നീണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ ആയിരിക്കും. ഞാൻ ഇത് ടോർച്ച് കയ്യിലെടുത്തു. ടോർച്ച് കയ്യിലെടുത്തിട്ട് ലൈറ്റ് ഇട്ടിട്ട് അടിയിൽക്കൂടെ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ വളഞ്ഞ അകത്തോട്ട് പോകും. എങ്ങോട്ട് പോണു? കട്ടിലിന്റെ ഈ സെറ്റിയുടെ അടിയിലോട്ട് കയറാം. നമ്മളിപ്പോ ഇരിക്കുന്ന സെറ്റില്ല, അതിന്റെ അങ്ങോട്ട്. ഞാൻ എന്ത് കാരണം അന്ന് നമ്മുടെ കിഴക്കോശം പൊട്ടിച്ചിട്ടിരിക്കും. അതുകൊണ്ട് എന്റെ കണക്കുള്ളതാണ്. അതിലേ കൂടെ അകത്ത് കയറി എങ്ങനെയോ അവൻ സാവധാനം ആ മുറിയുടെ അകത്ത് ഉണ്ടുണ്ട്. ഞാൻ നോക്കിട്ട് വാപ്പയുടെ കാര്യം മണ്ണക്കുറവുമാണ്, നീട്ടവും കുറവാണ്. അപ്പം എൻ്റെ വിചാരം ഇവനെ വിഷമുള്ള സാധനം തന്നെയാണ്. ഇത് എന്തായാലും ഇനിയിപ്പോൾ ഇവനെ കണ്ട സ്ഥിതിക്ക് ഇവനെ എന്തെങ്കിലും ചെയ്യാതെ എനിക്കിപ്പോൾ ഒന്നും പറ്റിയല്ല. എന്തും പറ്റത് ടോർച്ചും എടുത്ത് വേറൊരു സാധനം അന്നേരം അവിടെ നീണ്ട് എന്തോ അടിക്കാൻ പറ്റിയൊരു സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് മാത്രം നോക്കിയപ്പോൾ ഇവൻ അടിയിലോട്ട് ഇങ്ങനെ കൂടുതൽ സ്പീഡിൽ ഇവന് പോകാൻ പറ്റുന്നു. ഞാനിങ്ങോട്ട് വന്നിട്ട് സെറ്റി ഒരു സൈഡ് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അവൻ സൈഡിൽ ഇങ്ങനെ ചേർന്ന് അവിടെ കിടക്കണം. ഞാൻ ആദ്യം തന്നെ അവിടെ മണ്ണെണ്ണ എടുത്തിട്ട് ആ സൈഡിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കാര്യം ഇവൻ പിന്നെ അങ്ങോട്ട് പോകരുത്. ഉടനെ കൊണ്ടുവന്ന് ഒരു പത്തല വടി ഏതാണ്ട് ഉടനെ അകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അടിച്ചതും അവൻ്റെ തലക്കെട്ട് തന്നെ കൊണ്ട് അവിടെ കിടന്നു. പിന്നെ കുത്തി ഇങ്ങനെ പിടിച്ച് തിരിഞ്ഞും പിടിച്ചു അവിടെ നിന്ന് ചൂണ്ടി പുറത്ത് കൊണ്ടിട്ട് നമുക്കിപ്പോൾ വിഷമുള്ളതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ കൂടെ കളഞ്ഞു രാത്രി തന്നെ. അല്ല എങ്ങാനും ടയറിന്റെ മേളിൽ കൂടെ സ്ലിപ്പ് ചെയ്തിട്ടാണ് എഴുതിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ തീരെ ഇതായിട്ട് പോകുന്നു. പക്ഷെ അവൻ അതിലേ കൂടെ കയറി വന്നിട്ടും ആയിരിക്കും, അല്ലാണ്ട് വേറെ വരാൻ വഴിയില്ല.
തുറന്നു കിടന്നപ്പോഴേ അത് കാരണം പിന്നെ മണ്ണെണ്ണയൊക്കെ സൈഡിൽ കളിക്കും. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സാധനം പറ്റും.